സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡ് സ്ഥാനങ്ങളിൽ ഒന്നിലെങ്കിലും പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കണമെന്ന് പറയുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. പുതുയുഗപ്പിറവി വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ ഈ ആവശ്യത്തെ പരിഗണിക്കണം. പട്ടികജാതി സമൂഹത്തിൽ നിന്നും ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിലേക്ക് ആരെയും ഇതുവരെയും പരിഗണിച്ചിട്ടില്ലെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം, അവിടെയെല്ലാം മരുന്നിൽ ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? അത് ആരുടെ ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. കൊടിക്കുന്നിലിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി കെ മുരളീധരനും പറഞ്ഞു. ഇനി ഒരു കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ കണ്ടിന്യൂ, അതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അല്ല, പിന്നെ അതൊരു സീനിയർ നേതാവ് കൂടിയാണല്ലോ, അതുകൊണ്ട് അധികം പറയുന്നതിനെ അങ്ങനെ തള്ളാൻ ഗവൺമെന്റിന് കഴിയില്ല. ഏതായാലും നമുക്ക് ആലോചിക്കാം. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ എല്ലാ ചെയർമാൻമാരും സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദിവസം മാത്രമാണ് 8 മാസമുള്ളത്, ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. ദേവസ്വം ബോർഡ് സ്ഥാനങ്ങളിൽ ഒന്നിലെങ്കിലും പട്ടികജാതി വിഭാഗക്കാരെ നിയമിക്കണമെന്നുള്ള കൊടിക്കുന്നിലിന്റെ ആവശ്യം, ആ ആവശ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന്റെ ആവശ്യത്തെ പരിഗണിക്കുമെന്നുള്ള ദേവസ്വം മന്ത്രിയുടെ പ്രഖ്യാപനം, അത് രണ്ടും നടപ്പാവുകയാണെങ്കിൽ വിപ്ലവകരമായ ഒരു തീരുമാനത്തിലേക്ക് കേരള ചരിത്രം വഴിമാറുന്നു. തീർച്ചയായും ചെയ്തു. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് അല്പസമയം മുമ്പ് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ച് നടന്ന അയ്യങ്കാളി ജയന്തി ദിനാഘോഷത്തിനിടെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ്. ഇതുവരെയും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതുവരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ആരെയും പരിഗണിച്ചിട്ടില്ല. തങ്ങൾക്ക് അതിനുള്ള അവകാശവും അത് നേടണം, അത് തങ്ങൾക്ക് ലഭിക്കേണ്ട ഔദാര്യമല്ല, അവകാശമാണ്, അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതുയുഗപ്പിറവി വാഗ്ദാനം ചെയ്യുന്ന UDF സർക്കാർ തങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചരിത്രം തിരുത്തി എഴുതാൻ തയ്യാറാകണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഈ മന്ത്രി കെ മുരളീധരൻ വേദിയിലിരിക്കെ ആവശ്യപ്പെട്ടത്. ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അനുഭാവപൂർണ്ണമായ മറുപടിയാണ് മന്ത്രി കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനിയിപ്പോൾ ഈ 5 ദേവസ്വം ബോർഡുകളുടെയും കാലാവധി അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കാലാവധി അവസാനിക്കാൻ കുറഞ്ഞത് 1 വർഷത്തെ സമയമുണ്ട്. 1 വർഷത്തിന് ശേഷം ഈ ആവശ്യം പരിഗണിക്കാം. മുതിർന്ന നേതാവായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ആവശ്യവും തള്ളിക്കളയാറില്ല, അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യവും പരിഗണിക്കാറുണ്ട്. അത്തരത്തിൽ ഈ ആവശ്യവും പരിഗണിക്കാം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ഈ ആവശ്യം പരിഗണിക്കുകയാണെങ്കിൽ അത് ചരിത്രം തിരുത്തി എഴുതുന്നത് തന്നെയാകും. സേതു. ഓക്കെ ഹാൻസേ, ശരി.